ആരാധ്യരായ പ്രേക്ഷകർക്ക് നമസ്കാരം. ധന്യമീ ജീവിതം പതിവായിട്ട് കേൾക്കുന്നവരോട് സ്നേഹപൂർവ്വം നന്ദി പറയുക. ഇപ്പൊ 1400 എപ്പിസോഡൊക്കെ കഴിഞ്ഞിരിക്കുന്നു. പല വ്യക്തികളും തുടക്കം മുതലൊക്കെ തെരഞ്ഞു പിടിച്ച് കേൾക്കുന്നവരുണ്ട് എന്ന് ഫോൺ വഴി അറിയിക്കുമ്പോൾ സന്തോഷം ഉണ്ട്. ഓരോ ദിവസവും ചിന്തിക്കാനായിട്ടൊരു കാര്യം പറയുകയാണ്. ഏതായാലും അനവധി കാര്യം ചിന്തിക്കണ്ടല്ലോ. കൂട്ടത്തുകൂടെ നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യം പറയാറ് ഉണ്ട്. അതിലേക്കുള്ള മാറ്റർ കിട്ടുന്നത് രാവിലെ എവിടുന്നെങ്കിലും ഒന്ന് കിട്ടും. ക്വസ്റ്റ്യൻ പേപ്പർ ഔട്ടായിന്ന് അവിടെ പരീക്ഷ രണ്ടാമത് നടത്തുന്നൊക്കെ തലക്കെട്ട് മാത്രമേ ഞാൻ വായിക്കാറോ കാണാറോ കേൾക്കാറോ ഉള്ളൂ. തലക്കെട്ടെന്നൊക്കെ മനസ്സിലായില്ലോ, ഇനി വേണ്ടല്ലോ. 40 പേര് മരിച്ചു എന്ന് പറഞ്ഞാൽ അവർ പടഞ്ഞിട്ടാണോ മരിച്ചത്, പകുതി ജീവനായിട്ട് എത്ര കണ്ട് കിടന്നു, ആ ഡീറ്റെയിൽസ് നമുക്കറിയണ്ട. ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയോ ഔട്ടായി. പണ്ട് മുതലൊക്കെ ഉണ്ട് ഇതൊക്കെ. ഞാൻ SLCക്ക് പരീക്ഷ എഴുതിയപ്പോ പറഞ്ഞു കേട്ടിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ ഔട്ടായിരിക്കണം, പരീക്ഷ ഉണ്ടാവുമോ എന്ന് അറിഞ്ഞുകൂടാന്ന്. പേടിയുണ്ടായത് അല്ലെങ്കിൽ ഈ പരീക്ഷ എന്നുള്ളതൊന്ന് കഴിഞ്ഞു കിട്ടണം. ഈ രണ്ടാമത് പരീക്ഷ ഉണ്ടാവുമോ എന്നാണ് പേടി. ഔട്ടായ ക്വസ്റ്റ്യൻ പേപ്പറൊന്നും നമുക്കൊന്നും കിട്ടിയില്ല. ഗ്രാമത്തില് ഒരു കുഗ്രാമത്തിലൊക്കെ ഔട്ടായ ക്വസ്റ്റ്യൻ പേപ്പർ ഇന്നതാണ് വരാൻ പോണെന്ന് ആര് പറഞ്ഞുതരാം? അങ്ങനെയുള്ള ഗുണമൊന്നും കിട്ടിയില്ല. രണ്ടാമത് പരീക്ഷ ഉണ്ടായില്ല. ക്വസ്റ്റ്യൻ പേപ്പർ ആദ്യം കിട്ടിയ തരക്കേടില്ലല്ലോ. അങ്ങനെ ഇരിക്കെ ഇനി പറഞ്ഞത് സാങ്കല്പിക. ഒരു വ്യക്തി മെഡിറ്റേഷനിലൂടെ കണ്ടുപിടിച്ചു ക്വസ്റ്റ്യൻ പേപ്പർ നേരത്തെ കിട്ടുന്ന വിദ്യ. ആ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയതിനു ശേഷം എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാമല്ലോ. അതിനൊരു വിദ്യയിലെ ഒന്നാണ് അടുത്ത ആളെ എഴുതുന്നത് നോക്കിയാലും മതിയല്ലോ. അപ്പൊ അടുത്ത ആള് എന്ത് എഴുതുന്നു എന്ന് കൃത്യം ഇവിടെ ഇരുന്നും കൊണ്ട് മനസ്സിലാക്കുന്ന വിദ്യ പഠിച്ചു. എക്സാമിനർ വന്നാൽ മനസ്സിലാവില്ല, അവിടെ ഇരിക്കും. അടുത്ത ആൾ എങ്ങനെയൊക്കെ തല വെച്ച് നോക്കുന്നത് തെറ്റുന്നില്ലല്ലോ. അതനുസരിച്ച് അടുത്ത ആൾ എഴുതിയ നോക്കി ഇയാളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് ഇയാൾ നോക്കിയിട്ടേ ഇല്ല. അത് നോക്കാൻ നേരം അവിടെ. ക്വസ്റ്റ്യൻ നമ്പർ 1 അതിന്റെ ആൻസർ അടുത്ത ആൾ എഴുതിയത് അങ്ങനെ എഴുതി. അയാൾ എന്താ എഴുതി? അയാൾ നല്ലപോലെ പഠിക്കുന്ന കുട്ടിയാണ് ഈ എഴുതുന്നത്, അതുകൊണ്ട് കറക്റ്റായി അതേപോലെ എഴുതി. പരീക്ഷയിൽ ആ കുട്ടി ജയിച്ചു, ഇയാൾക്ക് കിട്ടിയത് 0 മാർക്ക്. മറ്റേ കുട്ടിക്ക് 100-ൽ 100 മാർക്ക്. 100-ൽ 100 മാർക്ക് കിട്ടിയ കുട്ടിയുടെ ആൻസർ പേപ്പർ നോക്കിയിട്ട് പകർത്തി വെച്ചിട്ട് എന്തേ 0 മാർക്ക് കിട്ടാൻ കാരണം? ഉത്തരം ഈ പറഞ്ഞ സങ്കല്പം ഞാൻ പറഞ്ഞല്ലോ, ഇത് ജീവിത പരീക്ഷയാണ്. ജീവിത പരീക്ഷയിൽ ഒരാൾക്ക് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറല്ല നമുക്ക്.
ഇയാളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇയാൾ നോക്കിയിരുന്നെങ്കിൽ അതിൽ വേറെ ചോദ്യങ്ങളാ. ദിവ്യദൃഷ്ടി കൊണ്ട് അതിന്റെ അപ്പുറത്ത് പരീക്ഷ എഴുതിയ കുട്ടികളെ നമ്മൾ കേട്ടാൽ ഈ ഉത്തരവൊന്നും ആവില്ല. ഇത് മനസ്സിലാക്കിയ വലിയൊരു കാര്യമായി ജീവിതത്തിൽ പഠിച്ചു. ഒരാളുടെ ക്വസ്റ്റ്യൻ പേപ്പർ അല്ല വേറൊരാൾക്ക്. കുറച്ച് ജാട കാണിക്കണ ഒരു നടൻ ഷൊർണൂർ PWD റെസ്റ്റ് ഹൗസ് വെച്ചിട്ട് അയാളെ കുറിച്ചിട്ട് പ്രൊഡ്യൂസർ കുറച്ച് ജാടയാണല്ലോ ബുദ്ധിമുട്ടാണല്ലോ എന്ന് പറഞ്ഞു. ഇയാളോട് പറയാൻ നിവർത്തിയില്ല. ഭംഗിയന്തരേണ ഞാൻ പറഞ്ഞു, ഇന്ന പ്രധാനപ്പെട്ട താരം ഇന്നാണ്, വളരെ വിനയത്തിലാണ് വരിക. അത് പറഞ്ഞു, അതുപോലെ ഞാൻ വിനയം കാണിച്ചാൽ ശരിയാവില്ല. ഇയാൾ പറഞ്ഞ കറക്റ്റാ. അയാൾക്കതാവാം, ആ വ്യക്തിക്ക് അതാവാം. നമുക്ക് ജീവിതത്തിൽ ക്വസ്റ്റ്യൻ പേപ്പർ വേറെയാണ്. ഒരു തവണ ഒരാള് ധരിച്ച ഷർട്ട് അയാളെ കുട്ടി പുറത്തേക്ക് ഇറങ്ങാന്ന് പറയുമ്പോ ആരോ പറഞ്ഞു, ആ ഷർട്ട് അത്ര ഒരാളുടെ ഭാര്യയാണോ അകത്തുനിന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. ഈ ഉടനെ പോയി ഷർട്ട് മാറ്റാൻ പറഞ്ഞു. ആദ്യത്തെ ഷർട്ടിന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ. ഇയാള് പറഞ്ഞു, ശരിയാണ്, വലിയ വലിയ ആളുകളൊക്കെ ഏത് ഷർട്ടും ധരിക്കും. ഞാൻ അങ്ങനെ മോശമായി ധരിച്ചാൽ ഇയാളിപ്പോ തിന്നാനും കുടിക്കാനൊന്നുമില്ല, ജീവിതത്തിൽ ആകെ പരാജയമാണ് തോന്നും. സക്സസ് ആയവർക്ക് എന്ത് കാണിക്കാം? അവർക്ക് വിനയം കാണിക്കാം. രാത്രി കുറച്ച് കഞ്ഞിവെള്ളം കിട്ടിയാൽ മതി എന്ന് പറയാം. അവര് ജീവിതത്തിൽ വിജയമാണ്. അതല്ലാത്ത ഒരാൾ കുറച്ച് കഞ്ഞിവെള്ളം കിട്ടിയാൽ മതി എന്ന് പറയുമ്പോ അവൻ അല്ലെങ്കിലേ കഞ്ഞിയല്ലേ എന്നല്ലേ പറയൂ. ഒരാളുടെ ക്വസ്റ്റ്യൻ പേപ്പർ അല്ല വേറെ കിട്ടുക. നമ്മുടെ ജീവിതത്തിൽ കിട്ടിയ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ വ്യത്യാസമുണ്ട്. ഈ കാരണം കൊണ്ടാണ് വേറെ ആൾക്ക് മറുപടി പറയൽ എളുപ്പമാണ്. നീകിന്നമായി ചെയ്താൽ മതിയായിരുന്നില്ലേ? അല്ല, എന്തുണ്ടായി, മറ്റോ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു. അത് നിങ്ങളായോണ്ടാ. എന്നോടൊക്കെയാണ് പറഞ്ഞതെങ്കിൽ അപ്പൊ ഞാൻ കൊടുക്കും കരുണാക്കുറ്റിക്കടി. ഇയാള് പറഞ്ഞുതരാ. ഈ പറഞ്ഞ ആള് കരുണാക്കുറ്റിക്ക് അടിച്ചിട്ട് സക്സസ് ആയിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ അതേമാതിരി കരുണാക്കുറ്റിക്ക് അടിച്ചാൽ പോലീസ് ലോക്കപ്പിലാവും. വേറൊരാൾ ചെയ്യുന്നത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അയാൾക്ക് അതാ ആവാം, അയാളുടെ ജാതകഫലം. അയാൾ ചെയ്യുന്ന പോലെ ഇത്രയും കാലം ഞാൻ നല്ലവനായി ജീവിച്ചു നോക്കി, ഇപ്പൊ ചട്ടമ്പി തരം കാണിക്കുന്ന എന്ന ആൾക്കാണ് മാർക്കറ്റ്. ഇന്ന് മുതൽക്ക് ഞാൻ സ്വഭാവം ഒന്ന് മാറ്റി പിടിക്കാൻ പോവുകയാണ്, ചട്ടമ്പി ആവാൻ പോവുകയാണ്. ബലം ഈ പണം തല്ലുകൊള്ളുന്നുണ്ട്. മറ്റൊരാൾക്ക് അതാവാം. ഓരോ ശരീരപ്രകൃതം വ്യത്യാസമല്ലേ. വേറെ ആള് പറയാണ്, ഞാന് ജിലേബി തിന്നും, ലഡുവും തിന്നും, അത് കഴിഞ്ഞിട്ട് മധുരമുള്ളതൊക്കെ തിന്നും, ഇവര് പറഞ്ഞൊന്നും കേൾക്കാറില്ല, എന്നിട്ടോ ഒരു കുഴപ്പമില്ല. നമ്മളോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാവും അത് കഴിക്കരുത്, ഇത് കഴിക്കരുത്, പഞ്ചസാര ചായ കുടിക്കരുതൊക്കെ പറഞ്ഞു. നമ്മളത് കേൾക്കാതെ മറ്റാള് പറഞ്ഞു കേട്ടാൽ അയാള് ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ചത്തുപോകും. ഇതാണ് സംഭവിക്കുക. ഓരോരുത്തർക്കും ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഉള്ളത്. രാത്രി മദ്യപിച്ച് ഭർത്താവ് വരുന്നു. ഒരു സ്ത്രീ പറഞ്ഞു, 11 മണിക്ക് ശേഷം വന്നിട്ട് ഞാൻ വാല് തുറക്കില്ല. അങ്ങനെയുണ്ട്.
ഞാൻ പോയ ഒരു ചടങ്ങിൽ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയ ആള് മടക്കമേള് വെള്ളടിച്ച് കിടക്കുകയുണ്ട്. ഒരു ഡ്രൈവറെ വിളിച്ചിട്ട് ആ ഡ്രൈവറാണ് എന്നെ വീട്ടിൽ കൊണ്ടുവന്നാക്കി. കാരണം ആ പരിപാടി സംഘടിപ്പിക്കുന്നത് തന്നെ രാത്രി വെള്ളടിക്കാണ്. ഈ ഡ്രൈവർ പറയാണ് പലപ്പോഴും ഞാൻ അതേമാതിരി അയാൾ വിളിച്ച് വന്നിട്ടുണ്ട്. 11 മണിക്ക് ശേഷം വന്നെങ്കിൽ അയാളുടെ ഭാര്യ വാല് തുറക്കില്ല. എന്നിട്ട് അയാൾ പുറത്ത് കിടക്കും രാവിലെ വരെ. ഇത് കേട്ടിട്ട് വേറൊരു സ്ത്രീ ഭർത്താവ് വരുന്ന ദിവസം 11 മണി കഴിഞ്ഞു, വാല് തുറക്കാതിരുന്നാലോ? തുറക്കണമെന്നോ തുറക്കണ്ടോ എന്നല്ല ഞാൻ പറഞ്ഞു കേട്ടോ. ഈ ഭാര്യയും ഭർത്താവും ഇങ്ങനെ ജീവിക്കുന്നുണ്ട്. അവർ ഡൈവേഴ്സ് ഒന്നും ആയിട്ടില്ല, പൈസക്കാരാണ്. ഡൈവേഴ്സ് ആയാലും നമ്മൾ അറിയൂല. അവർക്കതാവാം പല കാര്യങ്ങൾ. ഒരു ഉദ്യോഗസ്ഥൻ പെരുമാറുന്ന പോലെ വേറെ ആൾ പെരുമാറിയാൽ ശരിയാവില്ല. നായക്കുട്ടി പെരുമാറുന്ന പോലെ മുയലിന്റെ കുട്ടി പെരുമാറിയാലോ? ഇപ്പൊ കുറച്ച് കടിക്കുകയും മാന്തും ഒക്കെ ആവശ്യമാണ്. ഇപ്പത്തെ കാലം അങ്ങനെയാണ്. പരാജയപ്പെടും. ഓരോരുത്തർക്കും ഓരോ മാർഗം ഉണ്ട്. നിങ്ങൾ എഴുതുന്നതിൽ കുറച്ച് തോന്നിയാസൊക്കെ ഉണ്ടെങ്കിലേ ആളുകൾ വായിക്കുള്ളൂ. ആളുകൾ ഇത് ഇയാളാണ്, നാട്ടുകാരുടെ കാര്യമല്ല പറഞ്ഞു കേട്ടോ, ഇയാളുടെ കാര്യം പറയാ. ആളുകൾക്ക് വായിക്കണമെങ്കിൽ കുറച്ച് എരിവും മസാലയൊക്കെ ഉണ്ടാകണം. എരിവും മസാലയൊക്കെ ഉണ്ടാവുന്ന ട്രാക്ക് മാറ്റിയാൽ ഈ പറഞ്ഞ ആള് അത് വായിക്കൊന്നുമില്ല, ഇയാളും വായിക്കൊന്നുമില്ല. ഞങ്ങളെ നമ്മളെ വഴി എത്തിക്കാൻ വേണ്ടി പറഞ്ഞ. ജീവിതത്തിൽ ഓരോ വ്യക്തിക്കും ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. സാധാരണ പരീക്ഷകളിൽ എല്ലാവർക്കും ഒരു ക്വസ്റ്റ്യൻ പേപ്പറാ. അതല്ല ജീവിതം. നമ്മുടെ ചുറ്റും കാണുന്ന ചിലർ നല്ല സക്സസ്സാ. അവരെന്ത് കാര്യം കൊണ്ട് സക്സസ് ആയി നമ്മൾ അതേമാതിരി ഇമിറ്റേറ്റ് ചെയ്താൽ നമ്മൾ പരാജയപ്പെടും. ഒരാൾ പറയണം നല്ല ഉറക്കമായിരുന്നു വെച്ചാൽ ഉറക്കത്തിൽ ഞാൻ വണ്ടി ഓടിച്ചു. ഉറക്കത്തിൽ വണ്ടി ഓടിക്കേ? ഉറക്കം തൂങ്ങിയ ഒരാൾ സ്റ്റിയറിംഗിൽ തൊടാൻ പാടുവോ? അയാൾ വണ്ടി ഓടിച്ച് എത്തേണ്ട സ്ഥലത്ത് എത്തി, അത് വേറെ കാര്യം. അത് അയാളുടെ കാര്യം. അയാളുടെ കഥ മുഴുവൻ നമ്മൾ കേട്ടിട്ടില്ലല്ലോ, കണ്ടിട്ടില്ലല്ലോ. ഇത് ജീവിതത്തിൽ ശ്രദ്ധിക്കുന്നത് നല്ലതല്ലേ എന്ന് ആലോചിച്ച് വാക്കുകൾ സംവദിക്കുന്നു. നമസ്കാരം.